സ്കൂൾ ഡ്രൈവറായ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ്. ഇന്നലെ ഞാൻ സ്കൂളിൽ ബസ്സുമായിട്ട് പോയപ്പം ഇന്നലെ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ ആയിരുന്നുകൊണ്ട് കുട്ടികളൊക്കെ പേഴ്സണൽ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നതുകൊണ്ട് ലേറ്റായിട്ടായിരുന്നു വന്നത്. അപ്പോൾ വണ്ടി കറക്റ്റ് സമയത്ത് ചെന്നെങ്കിലും കുട്ടികൾ ലേറ്റായിരുന്നുകൊണ്ട് വണ്ടി ലേറ്റായി തന്നെ ഓടിക്കൊണ്ട് ഒരു 10 മിനിറ്റ് എന്നും പോകുന്നതിൽ ഒരു 10 മിനിറ്റ് ലേറ്റായിരുന്നു ഞങ്ങളുടെ വണ്ടികൾ ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു സ്റ്റോപ്പിൽ വന്നപ്പോഴത്തേക്കും കുറച്ച് കുട്ടികളും 1-2 കുട്ടികളില്ലാതെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയത്തില്ലല്ലോ ഇന്ന് ഏത് കുട്ടികളാണ് വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അറിയാത്ത ചിലർ വിളിച്ച് പറയും, അല്ലാത്തവർ വിളിച്ച് പറയാറില്ല. അപ്പം ഞങ്ങൾ അതനുസരിച്ച് അവിടുത്തെ കുട്ടികളെ എടുത്ത് സമയം 10 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ പോരുകയും ചെയ്തു. കാരണം ലേറ്റ് ആകാൻ സാധ്യത വളരെ കുറവായിരിക്കും. കുട്ടികൾ ലേറ്റ് ആകത്തില്ല, കറക്റ്റ് സമയത്തായിരിക്കും. 10 മിനിറ്റ് വരെ ലേറ്റ് ആവുകയാണെങ്കിൽ ആ കുട്ടി അന്ന് വരുന്നില്ലെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. ആ സമയത്ത് വണ്ടി അതനുസരിച്ചാണ് ആ സ്കൂളിൽ കയറി വരുന്നത്. അപ്പോൾ ഞാൻ വണ്ടി അവിടുന്ന് തിരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഒരു ബൈക്ക് പുറകിൽ നിന്ന് കുറച്ച് ദൂരേക്ക് വന്ന ഒരു ബൈക്ക് പുറകിൽ നിന്ന് ഓടിക്കുന്നു. അപ്പോൾ ബൈക്ക് ചെറിയ ചാറ്റലും മഴയുണ്ട്. ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്, സൈഡിന് വേണ്ടിയായിരിക്കും. ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്. പുറകെ ഇരിക്കുന്ന ആളാരാന്ന് നമുക്ക് ഫ്രണ്ടിലിരിക്കുന്ന ഒരു ഡ്രൈവറിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല സ്കൂട്ടറിൻ്റെ ബാക്കിൽ ആരായിരിക്കണേ എന്നുള്ളത്. അപ്പോൾ ഞാൻ വണ്ടി ഇച്ചിരി സൈഡിനോട് മാറ്റി ഒതുക്കി. അപ്പോൾ മനസ്സിലായത് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു വരുന്നത് എന്നതെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി അവളെ കയറ്റി കഴിഞ്ഞപ്പം ആ കുട്ടിയുടെ അച്ഛൻ വന്നതിന് ശേഷം എന്നോട് ഫ്രണ്ടിൽ നിന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് ചെവി കേട്ടുകൂടെ എന്ന്. ഓൾറെഡി അവർ സ്റ്റോപ്പിൽ നിന്ന് 10 മിനിറ്റ് വൈകിയാണ് വണ്ടി ഇങ്ങോട്ട് വരുന്നത്, എന്നിട്ടും അങ്ങനെ ചോദിച്ചു. പക്ഷേ അന്നേരം മുതൽ എനിക്കെന്തോ ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ ഇത് വന്ന് ഞാൻ 6:50 വണ്ടി എടുക്കുന്ന അവരുടെ സ്റ്റോപ്പിൽ വണ്ടി വരുമ്പം ഏകദേശം 8:25 ആവും. അതുവരെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 50 കിലോമീറ്ററിൻ്റെ റേഞ്ചിലാണ്, 54 കിലോമീറ്റർ റേഞ്ചിൽ നമ്മൾ രാവിലെ തന്നെ സ്കൂളിൽ ബസ് ഓടുന്നത്. അപ്പോൾ അന്നേരം മുതൽ എനിക്ക് ഒരു മനസ്സൊരു ഇത് തോന്നി. ഞാൻ അവിടുത്തെ ഫാദറിനോട് കംപ്ലയിൻറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി, എങ്കിലും ഞാൻ ചെയ്തില്ല. കാരണമുണ്ട്, അത് ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ മോളായിരുന്നു അത് എന്ന്. ടീച്ചറോട് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഓണപ്പരിപാടിയൊക്കെ അല്ലേ, എല്ലാവരും സന്തോഷമായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനു വേണ്ടി അവരുടെ മനസ്സിന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് എന്ന് ഓർത്തുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. പക്ഷേ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന, ഇതുപോലെ പ്രോബ്ലങ്ങൾ വരുന്ന എത്രയോ ഡ്രൈവർമാർ നമ്മുടെ കൂട്ടത്തിൽ കാണും. അതൊന്ന് ആലോചിക്കണം, ബസ് ഡ്രൈവർ ആയാലും ആരായാലും അല്ലേ. ശരിയല്ലേ ഇത്? ശരിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.